നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരസഭയുടെ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ യൂണിറ്റിന് മുന്നിൽ സമരം ശക്തമാക്കി സമരസമിതി പ്രവർത്തകർ. കഴിഞ്ഞ ദിവസം നഗരസഭാ അധികൃതരുമായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ജൈവമാലിന്യങ്ങൾ വളക്കുഴിയിലേക്ക് എത്തിക്കുവാൻ സമരസമിതി പ്രവർത്തകർ അനുവദിക്കാത്തതിനെ തുടർന്നാണ് ചർച്ച പരാജയപ്പെട്ടത്. മൂവാറ്റുപുഴ നഗരസഭയുടെ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ യൂണിറ്റിനു മുന്നിൽ സമരം ശക്തമാക്കി സമരസമിതി പ്രവർത്തകർ. കഴിഞ്ഞ 6 ദിവസമായി മൂവാറ്റുപുഴ നഗരസഭയിൽ നിന്നും ശേഖരിക്കുന്ന ജൈവമാലിന്യങ്ങൾ വളക്കുഴിയിലേക്ക് എത്തിക്കുന്നത് സമരസമിതി പ്രവർത്തകർ തടഞ്ഞിരിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളുമടക്കം ഉള്ളവരാണ് ദിവസേന സമരത്തിൽ പങ്കെടുക്കുന്നത്. രാത്രിയും പകലുമില്ലാതെ മാലിന്യവാഹനങ്ങൾ തടയാൻ ജനങ്ങൾ ഒത്തുകൂടിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ നഗരസഭാ അധികൃതർ സമരസമിതി പ്രവർത്തകരെ ചർച്ചയ്ക്ക് വിളിച്ചത്. 1.5 മാസത്തെ സാവകാശം കൂടി നഗരസഭാ അധികൃതർ ആവശ്യപ്പെട്ടെങ്കിലും സമരസമിതി പ്രവർത്തകർ വഴങ്ങിയില്ല. സ്ത്രീകളടക്കം 10 പേരാണ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുമായി ചർച്ചയ്ക്കെത്തിയത്. ഇതേ തുടർന്നാണ് വീണ്ടും സമരസമിതി പ്രവർത്തകർ സമരം ശക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ 4 മണിക്ക് ഇവിടുന്ന് ഞങ്ങൾക്ക് ഒരു 10 പേരടങ്ങുന്ന സംഘം പോയി മുനിസിപ്പൽ ചെയർമാൻ, സെക്രട്ടറി, മറ്റ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ചർച്ച നടത്തി. ചർച്ചയിൽ ഞങ്ങൾ മെയിനായിട്ട് ആവശ്യപ്പെട്ടത് ഈ ജൈവവളം ഇവിടെ വരരുതെന്ന് തന്നെയാണ്. ഞങ്ങളുടെ മെയിൻ പോയിൻ്റ് അത് തന്നെയായിരുന്നു. പിന്നെ ഈ പുഴയിലേക്ക് തോട്ടിലേക്ക് ഒഴുകുന്ന മലിനജലം നിർത്തലാക്കണം. അത് രണ്ടുമായിരുന്നു ഞങ്ങളുടെ മെയിൻ ആവശ്യം. ആ 2 ആവശ്യത്തിലും അവർ അനുകൂലമായിട്ടുള്ള ഒരു മറുപടി ഞങ്ങൾക്ക് തന്നില്ല. അവർ അഡമൻ്റായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇവിടെ കൊണ്ടുവന്ന് ബൾക്ക് വേസ്റ്റ് അവർ കളക്ട് ചെയ്യുക തന്നെ ചെയ്യും. അത് ഇവിടെ കൊണ്ടുവന്ന് തള്ളുകയും ചെയ്യും. അവർ അഡമൻ്റായിട്ട് പറഞ്ഞേക്കുവാണ്. ഞങ്ങളും അതിൽ ആ ഒരു സ്റ്റാൻഡിൽ അവിടെ കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്നുള്ള സ്റ്റാൻഡിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. അവർ 1.5 മാസത്തെ സമയം വേറെ എന്തോ ഒരു പ്രോജക്റ്റിന് വേണ്ടി ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു അത് പറ്റില്ല, ഞങ്ങൾക്കിത് കുറേ പ്രാവശ്യമായിട്ടുള്ള അനുഭവമാണ്. ഇവിടെ പൂന്തോട്ടം ഉണ്ടാക്കാം, അതുണ്ടാക്കാമെന്ന് പറഞ്ഞ് പല സമരങ്ങളിലും ഞങ്ങളെ പരാജയപ്പെടുത്തിയത് അങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു. ആ മോഹന വാഗ്ദാനങ്ങളിലൊന്നും ഇനി ഞങ്ങൾ വീഴാൻ തയ്യാറില്ല. കൃത്യമായ രേഖകളും കൃത്യമായ തയ്യാറെടുപ്പുകളും തന്നാൽ മാത്രമേ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ. ഞങ്ങൾക്ക് വേണ്ടത് ശുദ്ധജലം, ശുദ്ധവായു. ഇതിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഞങ്ങൾ ഈ സമരം തുടരുക തന്നെ ചെയ്യും. യാതൊരു കാരണവശാലും ജൈവമാലിന്യവുമായി എത്തുന്ന വാഹനങ്ങൾ വളക്കുഴിയിലെ സംസ്കരണ യൂണിറ്റിലേക്ക് കടത്തിവിടാൻ സമരസമിതി അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് പ്രവർത്തകർ മുന്നോട്ടു പോകുന്നത്. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.